ഭാരതീയർ എല്ലാ ചടങ്ങുകളുടെയും തുടക്കത്തിൽ, മതസാംസ്കാരിക ചടങ്ങുകളുടെയൊക്കെ തുടക്കത്തിൽ വിളക്ക് തെളിയിക്കാറുണ്ട്. ഈ വിളക്ക് തെളിയിക്കുന്ന ചടങ്ങിന് നമ്മുടെ സംസ്കാരവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നമ്മുടെ സംസ്കാരമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ പാർട്ട് ആൻഡ് പാർസൽ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഊടും പാവുമായിട്ടിരിക്കുന്നതാണ് ഈ വിളക്കുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ ഗൃഹങ്ങളിലാണെങ്കിലും ക്ഷേത്രങ്ങളിലാണെങ്കിലും ഇപ്പോൾ കലാരൂപങ്ങളൊക്കെ എടുക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ഈ കഥകളി ആടുന്നിടത്ത്, ഭരതനാട്യം ചെയ്യുന്നിടത്ത്, മോഹിനിയാട്ടം ചെയ്യുന്നിടത്ത്, കളരി കളിക്കുന്നിടത്തൊക്കെ ഈ വിളക്ക് കാണാം. ഇപ്പോൾ അതൊക്കെ വിട്ട് പിന്നെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് സാംസ്കാരിക ചടങ്ങുകൾ, ഇപ്പോൾ ഒരു നൃത്തസന്ധ്യ അല്ലെങ്കിൽ ഒരു ഗാനമേളയ്ക്ക് പോലും കലോത്സവങ്ങൾക്കൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ വിളക്ക് എന്ന് പറയുമ്പോൾ പഴയ സങ്കല്പം പ്രകാരം നമുക്കത് ഭഗവതി തന്നെയാണ് വിളക്ക്. ഒരു വീട്ടിലിപ്പോൾ ഒരു ദേവതയുടെ പടം ഒന്നും ഇല്ലെങ്കിൽ പോലും വിളക്കുണ്ടെങ്കിൽ അതിനെ കൃത്യമായി വൃത്തിയായും ശുദ്ധിയായും വെക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു ഭഗവതിയെ സൂക്ഷിക്കുന്ന ആ ഒരു ഐശ്വര്യമാണ് പണ്ടുള്ളത് കണ്ടിരുന്നത്. ഇപ്പോൾ ഈ വിളക്കിൻ്റെ ഉദ്ഭവം എന്തായിരിക്കും? അഗ്നിയുടെ ഉദ്ഭവമായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, സൂര്യൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് തെറിച്ച് വന്ന് പരിണമിച്ച് ഭൂമി ആയതെന്നറിയാം. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഗൃഹമായ ഭൂമിക്ക് ഒരു സൂര്യൻ്റെ പുത്രി എന്ന സ്ഥാനം കൂടിയുണ്ട്. സൂര്യവധു എന്നും സൂര്യപുത്രി എന്നും പറയാറുണ്ട്. ഇപ്പോൾ വേദങ്ങളിൽ ഏറ്റവും പഴക്കമാർന്ന ലോക സംസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും പഴക്കമാർന്ന സംസ്കാരമാണ് നമ്മുടെ സംസ്കാരം, ഭാരതീയ സംസ്കാരം. അതിൻ്റെ ആദ്യത്തെ വിജ്ഞാന രാശിയാണ് വേദം. വേദത്തിലെ ആദ്യത്തെ സൂക്തം തന്നെ അഗ്നിയെ സ്തുതിക്കുന്നതാണ്. അഗ്നിം ഈടേ പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം ഹോതാരം രത്നധാതമം എന്നാണ്. അപ്പം അഗ്നിയെ സ്തുതിച്ചുകൊണ്ടാണ് ഭാരതീയൻ അവൻ്റെ സാംസ്കാരികമായ എന്താ പറയുക ഈറ്റില്ലമായി മാറിയത്. നമ്മുടെ പിറവിയെടുത്ത സ്ഥലമാണിത്. ഈ വേദത്തിൽ തന്നെ ആദ്യത്തെ സൂക്തം അഗ്നിയെ സ്തുതിക്കുന്നതായത് ആകസ്മികമല്ല. അവർക്കറിയാം, കാരണം സൂര്യൻ എന്ന അഗ്നി ഗോളത്തിൽ നിന്നുള്ളൊരു ഖണ്ഡമാണ് നമ്മൾ എന്നും ഹൃദയത്തിൽ പേറുന്നത്. ആ അഗ്നി ഒരേ സമയം ബാഹ്യമായിട്ട് പുറത്ത് കാണുന്ന അഗ്നിയുമാണ്, അതുപോലെ തന്നെ ആ അഗ്നി അകത്തുള്ള അഗ്നിയുമാണ്. പുറത്തുള്ള സൂര്യനും അകത്തുള്ള സൂര്യനും, അകത്ത് ആത്മസ്വരൂപം എന്ന സൂര്യൻ, പുറത്ത് ബാഹ്യമായ സൂര്യൻ. അപ്പം അതുകൊണ്ടാണ് ഗായത്രി മന്ത്രമൊക്കെ തത് സവിതുർവരേണ്യം എന്ന് പറയുന്നത്. ആ സവിതാവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു, വരിക്കുന്നു എന്ന രീതിയിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ സംസ്കാരത്തോടുള്ള ബന്ധം വളരെ വ്യക്തമാണ്. കാരണം വേദത്തിലെ ആദ്യത്തെ സൂക്തം മുതൽ തന്നെ അഗ്നി ആരാധിക്കുകയാണ്. പിൽക്കാലത്ത് പിന്നീട് ഇതിഹാസങ്ങളുടെ കാലത്ത്, പുരാണങ്ങളുടെ കാലത്തൊക്കെ ദേവതകളെ വ്യത്യസ്തങ്ങളായി ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ സുബ്രഹ്മണ്യനെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങി. ഇപ്പോൾ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ്റെ കയ്യിൽ വേല് കാണാം. ഇപ്പോൾ വേൽ എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ജിഹ്വയാണ്, നാക്ക്, അഗ്നിയുടെ നാവാണ്. അപ്പോൾ അഗ്നിക്ക് സമാനനാണ് സുബ്രഹ്മണ്യൻ. അഗ്നിക്ക് ചെയ്യുന്ന പൂജ പോലെ തന്നെയാണ് സുബ്രഹ്മണ്യൻ ചെയ്യുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യനെ സ്തുതിക്കുന്നതും അഗ്നിയെ സ്തുതിക്കുന്ന ഒന്നാണ്. അപ്പോൾ പഴയ അഗ്നിയുടെ ആരാധനയാണ് പിന്നീട് സുബ്രഹ്മണ്യ ആരാധനയും മാറിയത്. അപ്പോൾ നമ്മുടെ ആരാധനയുമായിട്ട് പോലും ഇതിന് ബന്ധമുണ്ട്. പൊതുവെ നമുക്കറിയാം അഗ്നിയുടെ പ്രത്യേകത, മറ്റെല്ലാം താഴേക്ക്, ഭൂഗുരുത്വാകർഷണം താഴേക്ക് പോകുമ്പോൾ അഗ്നിശിഖ മാത്രം എത്ര താഴ്ത്തി പിടിച്ചാലും മേലേക്ക് പോകുന്നു. അപ്പോൾ മനുഷ്യരാശിയുടെ ഉത്കർഷയുടെ ഇച്ഛ, ഉയരാനുള്ള ആഗ്രഹം, തനിക്കിപ്പോഴുള്ള ജീവിത ക്രമത്തിൽ നിന്ന് ഉയർന്ന് ചിന്തിക്കാനും ഉയർന്ന് മോക്ഷത്തിലേക്ക് പോകാനൊക്കെ ഉള്ള ഒരു അഭിവാഞ്ചയുണ്ടല്ലോ, അതിനെ കാണിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അഗ്നി ആരാധന. ആ അഗ്നി ആരാധനയുടെ ഭാഗമായിട്ടാണ് വിളക്ക് തെളിക്കുന്നത്. അറിവിനെയാണ് അവിടെ ഉപാസിക്കുന്നത്, സരസ്വതിയാണ് ഉപാസിക്കുന്നത്, സാരസ്വതത്തെയാണ് ഉപാസിക്കുന്നത്. അപ്പം വിളക്ക് തെളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരേ സമയം നമ്മുടെ ഭഗവതി ആരാധനയാണ്, നമുക്ക് അഗ്നിക്ക് കൊടുക്കുന്ന ആരാധനയാണ്, സൂര്യന് കൊടുക്കുന്ന ആരാധനയാണ്, അറിവിന് കൊടുക്കുന്ന ആരാധനയാണ്. അപ്പം അതുകൊണ്ട് വിളക്ക് തെളിക്കുക എന്ന് പറഞ്ഞാൽ പവിത്രമായ ഒരു ചടങ്ങാണ്. അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ്. വ്യക്തമാണെന്ന് വിചാരിക്കും.